വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളൊരു ദിവസമാണ്. ചെയ്തു തീർക്കാന്ന് വെച്ചാൽ സൈറ്റ് സീയിങ്, ബാലി കാണാൻ പോകലാണ്, ഉബൂദ് കാണാൻ പോകലാണ് ഇന്ന് പരിപാടി. ഇന്നലെ ഇൻ കേസ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് ഉബൂദാണ്. ഉബൂദിലെ ഒരു എയർബിഎൻബിയിലാണ് നിൽക്കണേ. സോ നല്ല ഭംഗിയുള്ള എയർബിഎൻബി ഉണ്ട്, നല്ലൊരു പൂളുണ്ട്. ഇന്നലെ ഈ പൂളിൽ കിടന്ന് ചാടി മറിയലായിരുന്നു പരിപാടി. അപ്പോൾ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ രാവിലെ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം. ബിക്കോസ് ഇന്ന് നമ്മൾ രാവിലെ ഒരു ക്ലെൻസിങ് റിച്വലിന് പോവുകയാണ്, തീർത്ഥ എംപൂൾ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങോട്ട് പോകണം, അതാണ് ഫസ്റ്റ് തിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ബാലി സ്വിങ്ങിലേക്കാണ്. അതാണല്ലോ ഇവിടെ ഐക്കോണിക്. ഉബൂദിൽ വന്നു കഴിഞ്ഞാൽ അതൊരു മസ്റ്റ് വിസിറ്റ്, മസ്റ്റ് ഡു സംഭവമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ബാലി സ്വിങ്ങിൽ പോവാണ് നെക്സ്റ്റ്. അതും കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വി ആർ ഗോയിങ് ടു എവിടെയായിരുന്നു നെക്സ്റ്റ്? വാട്ടർഫാൾസ് പോകണം. ഏതായിരുന്നു വാട്ടർഫാൾ? എനിക്ക് പേരിപ്പോഴും അങ്ങോട്ട് രജിസ്റ്റർ ആയിട്ടില്ല കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങളുടെ പേര് രജിസ്റ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ വാട്ടർഫാൾസിൽ പോവുകയാണ്. അതിന് നമ്മൾ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം ഇൻ കേസ് നനഞ്ഞാലോ, അങ്ങനെ കുതിച്ച് ചാടുമോയെന്നൊന്നും അറിയില്ല. പക്ഷെ ഇൻ കേസ് നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഒരു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചമ്പുവൻ. ഞാൻ ഇന്നലെ കെംപൂഹൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ആദ്യം നമ്മുടെ കെയർടേക്കറാണ് ഈ വില്ലയുടെ, അവന് മനസ്സിലാവണില്ല. അപ്പം ഞാൻ പറഞ്ഞു കെംപൂഹൻ. അപ്പോൾ ചമ്പുവാൻ, അങ്ങനെ ആ സാധനം ചമ്പുവാൻ റിഡ്ജ് വാക്ക് ഉണ്ട്. സോ അങ്ങോട്ടും ലാസ്റ്റ് ഒരു സൺസെറ്റും കൂടി കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇന്നത്തെ ദിവസം ഫിനിഷ് ചെയ്യാനാണ് പ്ലാൻ. നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത്രയും സംഭവങ്ങൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്കും അറിയില്ലല്ലോ, ഐറ്റിനറി അനുസരിച്ച് പോയി എന്ന് വരില്ല, നമ്മൾക്കും ടയർഡാവും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നില്ല. ഇറ്റ്സ് എ റിലാക്സ്ഡ് വെക്കേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന. ഇവിടെ പെൺപിള്ളേരുടെ ഡ്രസ്സ് ചെയ്യണേ ഉള്ളൂ. ഒരാൾ ബ്ലോ ബ്രഷും കൊണ്ട് കളിക്കണു, ഒരാൾ തുണി എന്തിടണം തീരുമാനിക്കണു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ എന്തായാലും ഇന്ന് എന്നെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും നേരത്തെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു എയർബിഎൻബി ഗൂഗിൾ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ അത്യാവശ്യം പാടായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ കണ്ടുപിടിക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടിരുന്നു. ലൊക്കേഷൻ ഇത്തിരി മാറിയാണ് കിടക്കണേ. പിന്നെ ഇന്നലെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും കൊണ്ടുതന്ന ഡെലിവറി ചേട്ടനും പറഞ്ഞിരുന്നു ലൊക്കേഷൻ വേറെ ഏതോ സ്ട്രീറ്റിലാണ് കാണിക്കണേന്ന്. അപ്പോൾ ക്യാബിനൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് പോകണം. ഒരു മഴ ദിവസമാണ്. നല്ല വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും എന്താണ് കാണിച്ചത്? ക്ലൗഡി എന്നാണ് കാണിച്ചത്. പക്ഷേ ഇത്തിരി ഡ്രിസ്ലിംഗ് ഉണ്ട്. മഴ അല്ല, പക്ഷെ ഡ്രിസ്ലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തീർത്ഥ എംപൂൾ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എപ്പോൾ വേണമെങ്കിലും ക്ലെൻസിങ് റിച്വൽ ചെയ്യാമെന്നാണ് നമ്മളെ കൂട്ടാൻ വന്ന ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. നമുക്ക് അവിടെ പോയിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബാലിയിൽ ഞാൻ വന്നിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു സംഭവം കണ്ടില്ല കേട്ടോ. ഇവിടെ കമ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു സ്കൂട്ടർ റെന്റിന് എടുക്കുക, അല്ലെങ്കിൽ ഗ്രാബ്, ഗോജെക് എന്നുള്ള ആപ്പുകളിൽ നിന്ന് നമുക്കൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ ആൾക്കാർ പോകുന്നത് കണ്ടത്. നമ്മൾ തീർത്ഥ എംപൂൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറാം. ഇവിടുത്തെ ക്ലെൻസിങ് റിച്വൽ എപ്പോൾ വേണമെങ്കിലും നടക്കാം, എപ്പോൾ വേണമെങ്കിലും പോവാം എന്നാണ് നമ്മുടെ കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കാർഡ് ആക്സെപ്റ്റ് ചെയ്യുമോ നോക്കണം. കാരണം നമ്മളുടെ കയ്യിൽ ക്യാഷ് കമ്മിയാണ്. കാർഡ് ആക്സെപ്റ്റ് ചെയ്യണം. പോയി നോക്കാം. ഈ ക്ലെൻസിങ് റിച്വൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അതിനെ വിളിക്കുക മെലുക്കാട്ട് എന്നാണ്. സോ മെലുക്കാട്ട് സെറമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ സെറമണിയാണ്. ഹോളി വാട്ടർ യൂസ് ചെയ്തിട്ട്. നമുക്കൊരു സിമിലാരിറ്റി പറയണമെങ്കിൽ നമ്മുടെ ഗംഗയിൽ മുങ്ങാൻ പോവാന്ന് പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇവരുടെ ടെമ്പിൾസിലാണ് ഈ ഒരു സെറമണി ചെയ്യുക. ഞങ്ങൾ ഇന്നലെ വിചാരിച്ചതായിരുന്നു ഇത്തിരി പൈസ എക്സ്ചേഞ്ച് ചെയ്ത് വെക്കണമെന്ന്. പക്ഷേ ഇന്നലെ വില്ലയിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് ഞങ്ങളത് മറന്നുപോയി. അതുകൊണ്ട് ഇന്നതേ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഇത് മാത്രമേ എടുക്കുള്ളൂ, ക്യാഷ്, ഇവരുടെ കറൻസി മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടോ സ്ഥലം എന്ന് നോക്കുകയാണ്. മണി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഇവിടെ കൊടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 18 മിനിറ്റ് പോയി കഴിഞ്ഞാൽ വേറെ കറൻസി എക്സ്ചേഞ്ച് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മാറ്റണോ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കാം ഏതെങ്കിലും എക്സ്ചേഞ്ചേഴ്സിന് കിട്ടുമെന്ന്. മണ്ടത്തരങ്ങൾ ഇതൊക്കെ
ശ്രദ്ധിക്കുക. ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്യാഷ് ക്യാരി ചെയ്യാം കേട്ടോ അത്യാവശ്യം, കാരണം കാർഡ്സ് എല്ലായിടത്തും ആക്സെപ്റ്റഡ് അല്ല. ഞങ്ങൾ USD ക്യാരി ചെയ്തിട്ടുണ്ടായിട്ടോ, കാരണം USDക്ക് ഇവിടെ നല്ല എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുന്നുള്ളത് കൊണ്ട്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ എക്സ്ചേഞ്ചസിന് തപ്പി പോയത്. പക്ഷേ ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇനി 18 minutes അപ്പുറമുള്ള അവിടെ പോയിട്ട് വേണം എക്സ്ചേഞ്ച് ചെയ്ത് പൈസ എടുക്കാൻ. അപ്പോൾ ഇന്ന് കുറേ സ്ഥലം കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ക്യാബ് ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഡ്രൈവർ തന്നെ പറഞ്ഞു അയാൾക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 hours ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലായിടത്തും കൊണ്ടുപോകാന്ന്. ഈ 4 hours അയാൾ ചോദിച്ചത് നമ്മളോട് 400K ആണ് കേട്ടോ, അതായത് നമ്മളുടെ 2000 rupees. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇന്നത്തെ ഫുൾ ദിവസം അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതല്ലേ, ഇൻഡിവിജ്വലി ഗ്രാബ് പിടിക്കുന്ന പൈസയല്ലേ അവൾ ഓർത്ത് നമ്മൾ സമ്മതിച്ചു. പക്ഷെ അതിലൊരു ചതി കിടക്കുന്നുണ്ടായിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് ട്രാഫിക് കാരണം. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 2 മണിക്കൂർ എന്തായാലും വേണ്ടി വരുമല്ലോ സൈറ്റ് സീയിങ്ങിനൊക്കെ ആയിട്ട്. അത് പുള്ളിക്ക് അറിയായിരുന്നു. അപ്പോൾ പുള്ളി ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ച പോലെ ഞങ്ങൾക്ക് പിന്നീട് തോന്നി. അവസാനം മണി എക്സ്ചേഞ്ചിൽ പോയി ഞങ്ങൾ പൈസയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്വിങ്ങിലേക്ക് വന്നു, കാരണം ഈ മണി എക്സ്ചേഞ്ചിന്റെ സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു ഈ സ്വിങ്. അപ്പോൾ പുള്ളി തന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ സ്വിങ് ആദ്യം തീർക്ക്, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ടെമ്പിളിലേക്ക് പോവാം, കാരണം ടെമ്പിൾ എപ്പോഴായാലും ഓപ്പൺ ആയിരിക്കും എന്നുള്ളത്. ഇവിടെ ചതി എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാട്ടോ, നമ്മൾ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് വരട്ടെ. നമ്മളിത് എലോഹ സ്വിങ്ങിൽ വന്നിരിക്കുകയാണ്, ഇവിടുത്തെ ഐക്കോണിക് സ്വിങ്ങും നെസ്റ്റും ഒക്കെ കാണാൻ. ഇത് ചെയ്യണമെങ്കിൽ മുന്നേ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോൺസിബിൾ അല്ല എന്ന് കൊടുക്കുന്ന ഒരു ഫോം ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോസ്റ്റ്യൂം സെലക്ഷന് പോവാം. 2 കോസ്റ്റ്യൂംസ് വരെ നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ, അതിൽ ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം എടുക്കാം. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായുള്ളൂ, ബാക്കി ഫോട്ടോഗ്രാഫിക്കും കോസ്റ്റ്യൂമിനും ഒക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല കത്തിയാണ് ഇവിടെ, കാരണം എൻട്രി ടിക്കറ്റ് തന്നെ 1500 rupees ആണ്. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂമിനും ഫോട്ടോഗ്രാഫി വേണമെങ്കിൽ അതിന് ആവും 2500 rupees. അപ്പൊ മൊത്തത്തിലൊരു 3500 ആവും. ബാലി സ്വിങ്ങിൽ കയറാനുള്ള ഡ്രസ്സിലേക്കൊക്കെ മാറി എല്ലാവരും നിൽക്കുകയാണ്. ഇതാണ് ഞാൻ ചൂസ് ചെയ്ത കളർ കേട്ടോ, എനിക്ക് റെഡിനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. ഇതാണ് എൻ്റെ കളർ. അടിയിൽ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, ഇൻ കേസ് പറന്ന് പോയി കഴിഞ്ഞാൽ നാണകിടും. സോ അപ്പോൾ നമുക്ക് സ്വിങ് പോയി ആടിയിട്ട് വരാം. ഇവിടെയാണ് ഈ ആക്ടിവിറ്റി ഒക്കെ നടക്കുന്ന സ്ഥലം. നമുക്കൊരു 4-5 നെസ്റ്റിൻ്റെ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്, പിന്നെ ആ സ്വിങ്ങും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്വിങ്ങിൽ കയറാൻ റെഡി ആയിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. എന്ന് നമുക്ക് സ്വിങ്ങിലെ കാഴ്ചകൾ കാണാം. എസ്തെറ്റിക്സിന്റെ പിന്നിലെ ഇങ്ങനെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി വലിച്ചു കയറ്റി നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മളിവിടെ ഫോട്ടോ നോക്കാൻ വന്നതാണ്. നമ്മളുടെ സ്വിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫോട്ടോസ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കണോ വേണ്ടേ തീരുമാനിക്കണം. ആരാണിത്? അപ്പോൾ നമ്മളുടെ സ്വിങ് ബിസിനസ് കഴിഞ്ഞിട്ട് നമ്മളിത് പോവുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മുന്നേ ലഞ്ച് കഴിക്കണം കേട്ടോ. ആരും രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പം സമയം 2 മണിയായി. നല്ല വിശക്കുന്നുണ്ട്.
നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാതെ. ഇനി നമുക്ക് പറ്റിയ പ്രശ്നം പറയാട്ടോ. നമ്മൾ ക്യാബിൽ കയറിയപ്പോൾ തന്നെ ഡ്രൈവർ ചേട്ടൻ പറയുകയാണ് നമ്മുടെ 4 മണിക്കൂർ കഴിഞ്ഞു, അപ്പോൾ ഇനി പുള്ളിക്ക് വേറൊരു ക്ലയൻറ്റ് ഉണ്ട്, അപ്പോൾ നമ്മളെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി പോവുകയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടെമ്പിളിൽ നിന്ന് ഇവിടം വരെ വരാനാണ് പുള്ളിക്ക് 2000 രൂപ കൊടുത്തതേ. അതിൻ്റെ ഒരു വിഷമമാണ്. ഇതൊരു സ്കാം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് പല പ്രാവശ്യം അനുഭവം ഉണ്ടായി. ഞങ്ങളിങ്ങനെ ഗ്രാബ് വിളിക്കും ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോകാൻ. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് പറയും ഇവിടെ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് ഗ്രാബ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയും. അവർ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയും, ഇത്തിരി എക്സ്ട്രാ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എക്സാക്ട്ലി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ റിവ്യൂ ഒക്കെ നോക്കി ടോപ്പ് റേറ്റഡ് ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ലഞ്ചിന് വന്നിരിക്കുന്നത്. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല സർവീസും ആയിരുന്നു. ആൻഡ് ഫുഡ് വാസ് ഓൾസോ റിയലി നൈസ്. ഞങ്ങൾ മീ ഗോരേങ്, നാസി ഗോരേങ്, ബെട്ടൂട്ടു റൈസ്, പിന്നെ നാസി ക്യാമ്പർ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുള്ളത് കൊണ്ട് പ്ലേറ്റ്സ് ഒന്നും കാലിയാവണം നമ്മൾ അറിഞ്ഞേ ഇല്ല കേട്ടോ. ഈ ടേബിളിൽ ഇപ്പോൾ ഡക്ക് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പോർക്ക് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ കുറച്ച് സാറ്റേഴ്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. മെയിൻ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മധുരം കഴിക്കാൻ എല്ലാവർക്കും ഒരു ക്രേവിങ്. അതുകൊണ്ട് നമ്മൾ 2 ബാലനീസ് ഡിസേർട്ട്സ് ഓർഡർ ചെയ്തു കേട്ടോ. ഒരു പാൻഡാൻ പാൻ കേക്ക് വിത്ത് ഐസ്ക്രീമും പിന്നെ ഒരു ബ്ലാക്ക് റൈസ് പുഡിങ്ങും. ഇവിടെ ഇതിനെ പൂഷിച്ച് തുടങ്ങി. ബുദ്ധിമുട്ടാണ്. 9 lakhs ആണ് ബില്ല്. മൈ ഗോഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ലക്ഷങ്ങളുടെയും മില്യൺസിന്റെ ഒക്കെ ഡീലിങ്സ് ആണ് കേട്ടോ. അതിൽ കുറഞ്ഞൊന്നും നമുക്ക് പോവില്ല. കണ്ടില്ലേ, 1 million ഒക്കെയാണ് ഒരു ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബില്ല്. ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, അമ്മ എനിക്ക് എവിടെയോ പോയി വന്നപ്പോഴത്തേക്ക് മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ബീച്ച് ബാഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ബാഗാണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് തീർത്ഥ ടെമ്പിളിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് ക്ലെൻസിങ് റിച്വലൊക്കെ ഒന്ന് കാണാം. ആ ക്യാബ് ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു ആ ടെമ്പിൾ വരെ ഡ്രോപ്പ് ചെയ്യുമോ. അപ്പോൾ പുള്ളി സമ്മതിച്ചു കേട്ടോ. പുള്ളിക്ക് ഉണ്ടെന്ന് പറഞ്ഞൊരു ഗിൽറ്റ്, വെറുതെ അധികം പണിയെടുക്കാണ്ട് പുള്ളി 2000 രൂപ മേടിക്കുന്നതല്ലേ, അപ്പൊ പുള്ളി ഡ്രോപ്പ് ചെയ്യാന്ന് സമ്മതിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലിന്റെ ക്ലൈമറ്റും പിന്നെ ഇവിടുത്തെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും കേരളത്തിൽ നമ്മൾ എവിടെയോ ഒരു നല്ല ഗ്രാമത്തിലെത്തിയൊരു ഫീലാണ്. ഓ, പുള്ളിയുടെ സന്തോഷം നോക്കിയേ. ഒരു 400K കിട്ടിയ. അങ്ങനെ ഞങ്ങൾ ഇതേ തീർത്ഥ ടെമ്പിളിലെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറി കേട്ടോ. ഇവിടെ ഒരാൾക്കുള്ള ടിക്കറ്റിന് 400 rupees ആണ് കേട്ടോ. അമ്പലത്തിൽ കയറാൻ ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കേണ്ട അവസ്ഥ അതെന്താ അങ്ങനെയെന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്തായാലും നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഇത് എൻട്രി ടിക്കറ്റ് മാത്രമാണ് കേട്ടോ. ഇനി മെലു കാർഡ് ഫംഗ്ഷൻ ഇതിന് പുറമെ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ ആ റിച്വൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ. ദേ ഇവിടെ കണ്ടിട്ട് എനിക്കൊരു സർപ്പക്കാവ് പോലെ തോന്നുമായിരുന്നു കേട്ടോ, നമുക്കിങ്ങനെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ സരോങ് കൗണ്ടർ ഉള്ളത് കണ്ടു. അപ്പൊ നമ്മളെല്ലാരും ഓരോ സരോങ്സ് എടുത്തിട്ട് ഇത് എങ്ങനെ എടുക്കാന്ന് ഞാൻ ഗവേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴായിരുന്നു ഒരു കപ്പിള് നമ്മളോട് വന്നിട്ട് കുറച്ച് USD ഉണ്ടാവോ എടുക്കാൻ, നമ്മൾ INR അയച്ചു തരാന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഇപ്പൊ പോയിട്ട് USD മാറ്റിയിട്ട് വന്നേ ഉള്ളൂ കുറച്ച് IDR എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ കയ്യിലില്ലാന്ന്. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നേ പുള്ളി ഇവിടെ വന്നിട്ട് എന്തുകൊണ്ട് USD ചോദിക്കണോ, IDR എന്തേ ചോദിക്കാത്തേന്ന്. നമ്മളത് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു വെച്ചാൽ എന്തോ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് ഇത്ര ആ വെൻഡർ USD-യിലാണ് ചോദിക്കണേ, അപ്പൊ അവർക്ക് IDR വേണ്ടാന്ന്. അത് നമുക്ക് ഇത്തിരി ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നി. ഇതാണ് നമ്മള് കയറിക്ക് മുന്നേ എടുക്കുന്ന സെറോങ്. സോ ഇത് ഇങ്ങനെ ടൈ ചെയ്യണം. പാന്റ് ഷോർട്സ് അങ്ങനെ ഒന്നും ഇട്ട് കയറാൻ പാടില്ല. ഇതിന് പേ ചെയ്യണോ? ഇതിന് പേ ചെയ്യണ്ട. ഇത് കിട്ടി. ഇതിന്റെ ഉള്ളിൽ ഇനി എന്താണ് ഒരു ക്ലെൻസിങ് റിച്വൽ. അതിന് എന്തോ പേയ്മെന്റ് ഉണ്ട് ഈ ഗൈഡിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അത് നമുക്ക് എടുക്കുമ്പോൾ പറ്റുമോ നോക്കാം. ഇതാണ് ഇവർ ചെയ്യണ ഓഫറിങ്സ് കേട്ടോ. അങ്ങനെ കുറച്ച് പൂവുണ്ടാവും, കുറച്ച് അരി ഉണ്ടാവും, അങ്ങനെയൊക്കെ. ഇവിടെയാണ് കേട്ടോ മെലു കാർഡ് ഫംഗ്ഷൻ നടക്കാറ്. ഇതൊരു നാച്ചുറൽ സ്പ്രിംഗ് ആണ്, ഹോളി സ്പ്രിംഗ്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കൂലേ ഒട്ടും തിരക്കില്ല എന്ന്. പക്ഷേ ഇതാണ് അപ്പുറത്തെ സൈഡ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിട്ടോ ഈ ഒരു ക്ലെൻസിങ് റിച്വൽ. ടു എ പോയിന്റ് എനിക്ക് തോന്നി ഇത് ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആണ് എന്ന്. മിക്കതും ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ. കാരണം അവർക്ക് ഇത് ഭയങ്കര കൗതുകമായിരിക്കില്ലേ. നമ്മൾക്ക് ഇത് ഗംഗയിൽ മുങ്ങുക എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും, അതിന്റെ സിമിലർ ആണ് എന്ന് എനിക്ക് തോന്നിയത്. ഇത്രയും തിരക്ക് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു കരയിൽ നിന്നിട്ട് ആ വെള്ളം ഇത്തിരി തലയിലേക്ക് തെളിക്കാമെന്ന്. സോ അതാണ് ചെയ്യാൻ നിൽക്കണേ. തീർത്ഥ ടെമ്പിൾ ബാലനീസ് കൾച്ചറിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ. പണ്ട് 962 AD വർമ്മദേവ ഡൈനാസ്റ്റിന്റെ സമയത്ത് നിർമ്മിച്ച ഒരു ടെമ്പിളാണിത്. ഈ അമ്പലത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന കാരണം ഇതിന്റെ ഈ ഹോളി സ്പ്രിങ്സ് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന് ആ മെലുക്കാത്ത് ഫംഗ്ഷൻ ക്ലെൻസിങ് റിച്വൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മെന്റലി സ്പിരിച്വലി ഒക്കെ നമുക്ക് നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുത്തെക്കാരുടെ വിശ്വാസം.
ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് എൻറ്റർ എക്സെപ്റ്റ് ഫോർ പ്രീയിങ്. പക്ഷെ അകത്തേക്ക് നല്ല രസമുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് നാട്ടിലെ അമ്പലങ്ങളെയാണ് കേട്ടോ ഓർമ്മ വന്നത്. അതായത് ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലവും പിന്നെ പ്രാർത്ഥിക്കാൻ മാത്രമായിട്ടുള്ള വേറൊരു സ്ഥലവും ഉള്ളിലുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് കടകളുണ്ട്. നല്ല ഭംഗിയുള്ള കൊത്തുപണികളുള്ള കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ. പക്ഷെ ഒരു ഭയങ്കര വിലയായിരുന്നു കേട്ടോ പറയാനുണ്ടായേ. എനിക്കാണെങ്കിൽ നിന്ന് ബാർഗെയിൻ ചെയ്യാനുള്ള സമയവും ഉണ്ടായില്ല, കാരണം അടുത്ത സ്ഥലത്തേക്ക് പോകണല്ലോ. എന്നിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വിലയൊക്കെ ചോദിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, മെയിൻലി ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് മേടിക്കാനുണ്ടായിട്ടോ കുറച്ച് പേർക്കൊക്കെ. അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. നമ്മളിവിടെ മാംഗോസ്റ്റീൻ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ഈ മാംഗോസ്റ്റീൻ എന്ന് പറയുന്നത്. ഒരു കരിക്ക് കുടിക്കാന്ന് വെച്ചാൽ നല്ല വലിയ കരിക്ക്, വലിയ മാംഗോസ്റ്റീൻ. അപ്പം അതൊരു കിലോ മേടിച്ചിട്ടുണ്ട്. ഇതേ നമ്മളിപ്പോൾ ദുരിയൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഭയങ്കര മണാണെന്നൊക്കെ കേട്ടു. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. കമാൺ, യു കൻ ഡു ഇറ്റ്. എട് ഡ്രീം ക്യാച്ചർ മേടിച്ചിട്ട് വിജയശ്രീ ലാളിതനായിട്ട് വരുന്നയാ. ഞാനാണ് അവരുടെ ബാങ്ക്. നോട്ടെ, നൈസ് ഡാ, നൈസ് നൈസ്. അതിലല്ലേ ഇവിടെ നല്ല ബാർഗൈനിങ് കേട്ടോ. ഇവിടെ ഞാൻ വിടില്ല ഷോപ്പ് ചെയ്യുമ്പോ. ഒരു വികാരവും ഒരു വികാരവും ഇല്ല, അതന്നെ ഒരു മധുരവും ഇല്ല. എനിക്ക് മണോ അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ചക്കയുടെ ഒക്കെ കുറച്ചൊരു ഇത് വരില്ലേ. ഈ ദൂരി എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഭയങ്കര പ്രശ്നക്കാരനാണ് കേട്ടോ. ഇത് എയർപോർട്സിലും ഫ്ലൈറ്റ്സിലും ഒന്നും അലൗഡ് അല്ല, കാരണം ഇതിന് ഭയങ്കര ഒരു പഞ്ചന്റ് മണാണെന്നാണ് പറയുന്നത്. പക്ഷെ ഭയങ്കര ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും ആണിത്. ഇതാണോ അവർ ഇത്ര ആൾക്കാരെ ഓക്കാനിക്കണോ? അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ടെഗ്ലലാങ് റൈസ് ടെറസ്. ഇത് ഉബൂദിലെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. കുറേ പേര് പോവാറുണ്ട് ഇവിടെ. നമ്മളിത് സ്കിപ്പ് ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈസ് ടെറസ് അങ്ങനെ ഭയങ്കര ഒരു മിസ് ചെയ്യേണ്ടാത്ത ഒരു കാര്യമായിട്ട് തോന്നിയില്ല. പ്ലസ് ഇത് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് മുഴുവനും നടന്നു കയറേണ്ടി വരും. അപ്പം അതും കൂടി പേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകാഞ്ഞത്. പിന്നെ ഇവിടെയും നമ്മൾ പോയ അലോഹ സ്വിങ് പോലെ കുറേ സ്വിങ്ങും പിന്നെ നെസ്റ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി കൂടി കുറേ കൂടി ഓപ്ഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ക്യാബിൽ കയറിയിട്ട് ഉറങ്ങിപ്പോയി, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പം നമ്മളിപ്പോൾ ഉബൂദ് സെൻറ്റർ എത്തിയിരിക്കുകയാണ്. ചമ്പുവൻ വാക്കിന് ഇപ്പോൾ ഇത്തിരി ലേറ്റ് ആണ്. ഇറ്റ് ഈസ് വെരി ലേറ്റ്, ഇറ്റ് ഇസ് വെരി ഡാർക്ക്. അപ്പോൾ ചമ്പുവൻ ബ്രിഡ്ജ് വാക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല അത്രേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉബൂദ് സെൻറ്ററിൽ വന്നിട്ട് ഇനി എന്താ ചെയ്യണേ, ഉബൂദ് സെൻറ്ററിൽ വന്നിട്ട് ഇനി എന്തെങ്കിലും ഇവിടെ അടുത്ത് പാലസ് ഉണ്ട്, സോ അവിടെയൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ഇവിടെ കയറിയിട്ട് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. 7-Eleven, ഇവിടെ 7-Eleven ഇൻഡോ മാർട്ടാണ് കേട്ടോ. അവിടെ കയറിയിട്ട് കുറച്ച് കോഫിയൊക്കെ കുടിക്കാം. അങ്ങനെ അവിടെ കയറി ഓരോ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഡിന്നറിനുള്ള കുറച്ച് സാധനങ്ങൾ പിക്ക് ചെയ്തു കേട്ടോ. നൂഡിൽസാണ് ഉണ്ടാക്കാൻ പ്ലാൻ. പിന്നെ നമ്മൾ ആ ഉബൂദ് സെൻറ്ററിലൂടെ കുറച്ച് നേരം നടന്നു. നല്ല തിരക്കുണ്ട്, നല്ലൊരു ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒപ്പം നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉബൂദ് പാലസ് കാണാൻ നടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നമ്മുടെ കണ്ണിൽ പെടുന്നത്. കെച്ചക് ഡാൻസ് രാമായണ, അതായത് ഡെത്ത് ഓഫ് കുംഭകർണയാണ് ഇന്ന് കളിക്കുന്ന രാമായണ സ്റ്റോറി. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ ഇത് കാണാൻ പോവാമെന്ന്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അല്ലേ. ഇതന്നല്ലേ ഗേറ്റ് വേ ഓഫ് ഹെവനൊക്കെ. അപ്പൊ നമ്മള് ഫയർ ഡാൻസ് കാണാൻ പോവുകയാണ്. കെച്ചാക്ക് ഫയർ ഡാൻസ് ആണ് ഇന്നത്തെ പരിപാടി. 1 മണിക്കൂറാണ് കേട്ടോ ഈ ഫയർ ഡാൻസ്. നോക്കി, ഓരോ ദിവസം ഓരോ സ്റ്റോറീസാണ്. ഇന്ന് കുംഭകർണന്റെ ഇതാണ് വധം. നോക്കി നോക്കാം, ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റോറി ഓഫ് ദി കെച്ചക് ആൻഡ് ഫയർ ഡാൻസ്. ഇത് വായിച്ചു നോക്കാം, എന്താണ് സ്റ്റോറി നോക്കാം. ഓ, നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. അത് നമുക്ക് തോന്നിയിട്ടില്ലേ പല വേർഷൻസ് ഓഫ് മഹാഭാരതവും രാമായണവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇതെനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ഈ സ്റ്റോറി വായിക്കുമ്പോഴത്തേക്കും ഞാൻ കേട്ട് ശീലിച്ച വേർഷൻ ഓഫ് രാമായണം ആണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമുക്ക് നോക്കാം, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ലൈക്ക് എന്തായാലും ഒരു പുതിയ കൾച്ചറൽ ഡാൻസ് ഫോം ആണല്ലോ ഞാൻ കാണാൻ പോണേ. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു ഡാൻസ് ഫോമിൽ ത്രൂ ഔട്ട് ചക് ചക് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത് കെച്ചാക് ഡാൻസ് എന്ന് പേര് വന്നത് കേട്ടോ. ഈ ഒരു പെർഫോമൻസിന്റെ അവസാനം ഒരു ഫയർ ഷോയും കൂടി ഉണ്ട്.
എനിക്കിങ്ങനെ ഓരോ നാട്ടിൽ പോകുമ്പോഴത്തേക്കും അവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള കൾച്ചറൽ ആർട്ട് ഫോംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഷോവും അങ്ങനെ തന്നെയായിരുന്നു. ലൈക്ക് പ്യുവർ ബാൽനീസിലേക്ക് ഉള്ള നമുക്കൊരു പീക്ക് ത്രൂ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇപ്പൊ നമ്മളുടെ ഫയർ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫയർ ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മളിത് പോവാണ് തിരിച്ച്. വീട്ടിലേക്ക് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, വീട്ടിലേക്ക് പോവാം. അങ്ങനെ നല്ലൊരു ബിസി ഡേ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് വില്ലയിലെത്തി. ഇനിയിപ്പോൾ നാളെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി ഞാൻ വെച്ച് നീട്ടുന്നില്ല. അതിനിടയിൽ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകണമെന്ന് ഉദ്ദേശിച്ച് 2 സ്ഥലത്ത് നമുക്കൊന്ന് പോകാൻ പറ്റിയിട്ടില്ല. വാട്ടർഫാളിലും പിന്നെ സൺസെറ്റ് കാണാനും. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. ഇനി എല്ലാവരും ഫ്രഷ്നപ്പ് ആയിട്ട് കാണും, ഭക്ഷണമൊക്കെ കഴിക്കണം, വർത്താനമൊക്കെ പറയണം, നാളത്തെ പ്ലാൻ ഒന്ന് ഡിസൈഡ് ചെയ്യണം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ പ്ലാൻ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഡിന്നർ കഴിക്കാണ്ട് കുറച്ച് സ്നിപ്പറ്റ്സും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഇന്നത്തെ വ്ളോഗ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. Take care. Thank you. എന്താണ് കാര്യമായിട്ട് പഠിക്കുന്നത്? ആ ബുൾഡാഗ് ഫാൻ. ബുൾഡാഗ് അല്ല കേട്ടോ, പക്ഷേ നിസിൻ്റെയാ. ഞാനും ഓർത്ത് ബുൾഡാഗ് ആണ്. ഇതാണ് നമ്മുടെ ഡിന്നർ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിപ്സ്. വെരി നൈസ്.